പാൻ ചൂടായതിന് ശേഷം ആവശ്യത്തിന് നമ്മൾ നെയ്യ് ഒഴിച്ച് അതിലേക്ക് മസാലയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അതുകൊണ്ട് 2 ഗ്ലാസ് അരിക്ക് നമ്മൾ 4 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ബസ്മതി റൈസ് അല്ലെങ്കിൽ കൈമ റൈസ് നമുക്ക് എടുക്കാം. ഇവിടെ 4 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അരി കുതിർത്ത വെള്ളം തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആദ്യമേ അരി കഴുകി കുതിർക്കായിടുക, എന്നിട്ട് ആ കുതിർത്ത വെള്ളം തന്നെയാണ് എടുക്കേണ്ടത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് നമ്മൾ റൈസിൻ്റെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് റൈസ് വേവിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ആ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ വെള്ളം ചൂടായതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ആ റൈസെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അടിക്ക് പിടിക്കാതൊക്കെ ശ്രദ്ധിക്കണം. സ്റ്റീലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒന്നിലൊന്നേ തൊടാതെ നല്ല നമുക്ക് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് സവാള ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാം നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പൂടെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുമ്പം നമുക്ക് ബാക്കിയുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. 4 മീഡിയം സൈസ് തക്കാളിയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അതുകൂടെ ബാക്കി നമുക്ക് അരിഞ്ഞിതിലേക്ക് ചേർക്കാം. പിന്നെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. വെന്തതിന് ശേഷം ഇത് ആറി കഴിഞ്ഞിട്ട് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ മിക്സിയിലാക്കി എടുക്കുക. അങ്ങനെ നമ്മൾ 2 തവണയായിട്ട് അടിച്ച് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയില നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ എന്നിട്ട് ചൂടാക്കി നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോയുടെ ആ ഒരു പേസ്റ്റ് ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കണമെന്നില്ല. അത് കുറച്ച് നെയ്യിൽ ഒന്ന് വറുത്തെടുക്കുകയാണ്. കുറച്ച് പഞ്ചസാരയും കൂടെ നമ്മളൊന്ന് ഇടുന്നുണ്ട്. പെട്ടെന്നൊന്ന് അതിൻ്റെ ഒരു കൂടുതലും കരിഞ്ഞു പോയ ആ ഒരു ടേസ്റ്റ് വരാതിരിക്കും, ഒരു മധുരവും കൂടെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ റൈസിൽ നിന്ന് ലാസ്റ്റ് പിന്നെ എല്ലാം എടുത്ത് മാറ്റും. റൈസ് ഒന്ന് ചെറുതായിട്ട് നാറി കഴിയുമ്പോൾ അതിൽ നിന്നുള്ള മസാല എല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ചോറ് കഴിക്കുമ്പോൾ നമുക്ക് ഈ മസാല ഇടയ്ക്കിടയ്ക്ക് പെറുക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എല്ലാം മാറ്റിയിട്ട് അരപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ വറുത്ത സവാളയും കൂടെ ഇട്ട് ഗാർണിഷൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. മല്ലിയില മിച്ചം ഉണ്ടെങ്കിൽ നമുക്കിതിൽ ബാക്കിയുള്ളതൂടെ ആഡ് ചെയ്യാം. പിന്നെ ഇതിന് സൈഡ് ഡിഷായിട്ട് കുറച്ച് സലാഡൂടെ നമ്മൾ എടുക്കുകയാണ്. കുറച്ച് സവാള അരിഞ്ഞിട്ട് ഉപ്പ് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് തൈരും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് സലാഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.